So we finished our third module. That means we discussed communication, design communication, how to communicate your ideas, how to share your ideas with others, I mean other designers, your clients or users. Okay. So we discussed the three methods. What are they? I mean graphical communication, communication form of oral, I mean oral communication, and written communication, how to present a report. So that is what. Okay, so these are the techniques we used in communication design. Okay, so typically a lot of questions, application level questions will be there to practice. So first of all, നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങളോട് ഡിസൈൻ എക്സ്പ്ലനേഷൻസ് ചോദിക്കാം. ഡെഫിനറ്റ്ലി യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് സം എക്സ്പ്ലനേഷൻ അബൌട്ട് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ വെച്ച് എന്താണ്, വാട്ട് യു മീൻ ബൈ ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ ഫോമാറ്റ് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതിനൊക്കെ ചെറിയ ചെറിയ ആൻസേഴ്സ് ചോദിക്കാം. അതിന് പുറമെ ഡെഫിനറ്റ്ലി വലിയ മാർക്കിന് ഞാൻ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. സോ വൈൽ പ്രിപ്പയറിംഗ് ഓർ വൈൽ റൈറ്റിംഗ് ദ ആൻസേഴ്സ്, ഡെഫിനറ്റ്ലി യു ഷുഡ് കോറിലേറ്റ് യുവർ ആൻസേഴ്സ് വിത്ത് അവർ ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് നിങ്ങളോടിപ്പം കഴിഞ്ഞ മോഡ്യൂൾ നമ്മൾ ഡിസൈൻ തിങ്കിങ് അല്ലേ, ഇപ്പോൾ ഡിസൈൻ തിങ്കിങ് ഡിസൈൻ പ്രോസസ്സ് എൻറ്റയർ ഡിസൈൻ പ്രോസസ്സ് വി ഡിസ്കസ്ഡ് ഇൻ ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വരുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിന്റെ രീതിയിലായിരിക്കരുത് ഡിസൈൻ പ്രോസസ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ ചെയ്യേണ്ടത്. ഡിസൈൻ തിങ്കിങ്ങിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 5 പോയിന്റ്സ് ഉണ്ട്. ആ 5 പോയിന്റ്സിന്റെ ബേസിലാണ് അത് ആൻസർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ പ്രോസസ് നമുക്ക് ആദ്യത്തെ ഡിസൈൻ പ്രോസസ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുക ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ദീസ് ആർ ദ 2 പോസിബിൾ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻസ് നിങ്ങളോട് ചോദിക്കാൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. സപ്പോസ് ഇപ്പം എന്താ പറയുക, നിങ്ങളോടൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഓക്കെ, നിങ്ങളോട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ യു വിൽ ബി ആസ്ക്ഡ് ടു സപ്പോസ് ഒരു വീൽ ചെയർ അല്ലെങ്കിൽ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ലേ ഔട്ട് ചെയ്യാൻ പറയും അല്ലേ. അതായത് നമ്മുടെ ഐഡിയ, നിങ്ങളുടെ ഡിസൈൻ ചെയ്ത ഐഡിയനെ നിങ്ങൾ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ യൂസേഴ്സ് ഓർ നിങ്ങളുടെ ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ട് ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, ഇപ്പോൾ കേൾക്കുന്നില്ല എല്ലാവരും? കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ, സ്ക്രീനും കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ പറഞ്ഞത് എന്താ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനെ പറ്റിയിട്ട് നമ്മൾ സ്കെച്ചസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് സ്കെച്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസംബ്ലി ഡ്രോയിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡീറ്റെയിൽ ഡ്രോയിങ് ഉണ്ട്, ജസ്റ്റ് ലേ ഔട്ട് ഡ്രോയിങ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളോട് ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയുന്നത്, നിങ്ങളോട് ഈ പറയുന്ന പോലെ ഇതാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളോടൊരു വീൽ ചെയർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുന്നത്, ഒരു ലേഔട്ട് പറയുന്നു. അപ്പോൾ ഡിസൈൻ തിങ്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിസൈൻ യുവർ ഐഡിയ. എങ്ങനെയാണ് ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ക്ലൈംബ് ചെയ്യാൻ പറ്റിയ ഒരു വീൽ ചെയർ ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താ പറയുക സർഫസിൽ നമുക്ക് പിന്നെ എന്താ പറയുക ഇരിക്കുന്ന ആൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഇരിക്കുന്ന ആൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വീൽ ചെയർ എന്തെങ്കിലും ആകട്ടെ, അങ്ങനെ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഐഡിയ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്ത് വെക്കുക അല്ലേ. അപ്പോൾ ആ ഡിസൈൻ പ്രോസസ്സ് നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കുക, ഡിസൈൻ പ്രോസസ്സ്. അപ്പം ഒരു ലേ ഔട്ട് കാണിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്തൊക്കെ കാണിക്കേണ്ടി വരും, അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞ പോലെ ഡയമെൻഷൻസ് ആണ് അല്ല, എത്ര ഡയമെൻഷൻ, ഓരോ പാർട്ടിലുള്ള ഡയമെൻഷൻ, അതൊക്കെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വ്യൂസ്, പല രീതിയിലുള്ള വ്യൂ കാണിക്കാം. പിന്നെ എങ്ങനെയൊക്കെയാണ് അത് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള സ്കെച്ചസ് നിങ്ങൾ ഇട്ട് വെക്കുക. സിമിലർലി ഇതിന്റെ പാർട്സ്, എന്തൊക്കെ പാർട്സ് നിങ്ങൾ വെക്കുന്നുണ്ട്, അസംബിൾ ചെയ്യുന്ന പാർട്സുകൾ കാണിക്കാം. ഓക്കെ, അറ്റാച്ച് ചെയ്യുന്നത് ഇപ്പം വീൽ ചെയർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് പല ചെയർ മാത്രമല്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കേണ്ടി വരും, എത്ര വീല് വേണ്ടി വരും, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അതാണ് ഈ പാർട്സിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടത്, ഡയമെൻഷൻസ്, വ്യൂസ്, പാർട്സ്. അപ്പം സാധാരണഗതിയിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ്, ഓക്കെ, നിങ്ങളത് കാണിക്കുമ്പോഴുള്ള ആ റിക്വയർമെന്റ്സ്. അപ്പം നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡിസൈനിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് റിട്ടേൺ ഫോർമാറ്റിൽ റഫായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അനുശ്രീ ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഓക്കെ, റോഷ്നി, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് യു ഹാവ് ടു ഡ്രോ. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ അതിനെ ഇലിസ്ട്രേറ്റ് ചെയ്യാം. നമ്മുടെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീൽ ചെയർ ആണ്. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. Sorry, there was a network issue. Okay. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ എന്തൊക്കെയാണ് വേണ്ട എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ ഐഡിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. സോ ഒരു ഡിവൈസ് ആണെങ്കിൽ, ഒരു ഫിസിക്കലി നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു നോ ദ ഡയമെൻഷൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂ എന്തായിരിക്കും, അതിനെ അസംബിൾ ചെയ്യുന്ന പാർട്സുകൾ, അതിൻ്റെ ഡയമെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇത്രയായിരിക്കണം, ഇത്ര സൈസ് ആയിരിക്കണം, ഇത്ര മീറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ, ഇത്ര സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ അപ്പോൾ. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലേ ഔട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ്സ് നമുക്ക് പല ആംഗിളിൽ നിന്ന് വരക്കും. ഇപ്പം ഇങ്ങനെ ഒരു വീൽ ചെയർ ഇപ്പം റഫായിട്ട് വരക്കുവാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ വരക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ലേ ഔട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഹാൻഡിൽസ് അല്ല, ഇത് കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഇരിക്കുന്ന ആൾക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇഫ് അനദർ പേഴ്സൺ ഈസ് സപ്പോർട്ടിങ് ഹിം, അവിടെ വേണ്ട ഹാൻഡിൽസ്, ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യം ഒരു എന്താ പറയുക, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്കെച്ചസ് ഉണ്ടാക്കാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇരിക്കാൻ ഉള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ, ഇപ്പം ഇരിക്കാൻ എന്തെങ്കിലും വേറെ സപ്പോർട്ടിങ് വേണമെങ്കിൽ, വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യാം. അപ്പം ഇരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, അതായത് ഇപ്പം ഇത് മൂവ് ചെയ്യാതെ സ്റ്റേബിളായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണമെങ്കിൽ ഇരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് എഴുതി വെക്കാം. അത് നിങ്ങൾക്ക് സിമ്പിൾ ആദ്യം വരക്കുന്ന ഒരു സിമ്പിൾ ലേ ഔട്ടിൽ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം, കാണിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം,
നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിലേക്ക് പോവാം, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിലേക്ക് പോവാം. ആ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ പാർട്ടുകളെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വരക്കാം. ഇപ്പോൾ വീലിൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് വീലായിട്ട് വരക്കാം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് കാണിക്കാം, ഡയമെൻഷൻസ് എഴുതിയിട്ട് കാണിക്കാം, എത്രയായിരിക്കും അതിൻ്റെ ലെങ്ത്തും പിന്നെ എത്ര ഇതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, ഇരിക്കുന്ന പ്ലേസ്, ഇരിക്കുന്ന ആ ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ കാണിക്കാം, എത്രയായിരിക്കും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാണിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചാരുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഒരു പ്ലെയിൻ്റെ ഇത് കാണിക്കാം, ഹാൻഡിൽസിൻ്റെ കാണിക്കാം, ഡിഫറെൻറ്റ് ഹാൻഡിൽസിൻ്റെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം, അതിൻ്റെ ഡയമെൻഷൻസ് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യാം, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടി അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ബാക്കി പാർട്സുകൾ, ഹാൻഡിൽ, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൂടെ ചിലപ്പം ബുക്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടില്ല, എന്തെങ്കിലും ഇപ്പം ഭക്ഷണം കഴിക്കുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അതിനുള്ള അറ്റാച്ച്മെന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൊന്നുമില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലേ ഔട്ട് രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത്രയും ഇങ്ങനെ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരക്കുന്ന പോലെ നിങ്ങൾ പേപ്പറിൽ വരക്കണമെന്നില്ല, അതിന്റെ ഡയമെൻഷൻസും അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് വ്യൂസ് കാണിക്കുക, നമുക്ക് കാണുന്ന ആൾക്ക് അത് മനസ്സിലാവണം ശരിക്കും. ഇങ്ങനെയായിരിക്കും ആ ഒരു വീൽ ചെയർ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാവണം. ആ രീതിയിലേക്ക് നിങ്ങൾക്ക് വരച്ചുണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതുണ്ട്, ഇപ്പൊ അസംബ്ലി ഡ്രോയിങ്സിൽ അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് പാർട്സിനെല്ലാം വരച്ച് കാണിച്ചു, പിന്നെ അത് അവസാനം എല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് കാണിച്ചു. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. ടൈറ്റിലൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുത്ത്, ഇത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് രീതിയാണ്. ഓക്കെ, ആ രീതിയിലേക്ക് തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് പല രീതിയിൽ നീറ്റായിട്ട് അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലേബൽ ചെയ്യാം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ പാർട്ടുകളിൽ നിങ്ങൾക്ക് ലേബൽ ചെയ്യും. ഇപ്പോൾ വീലാണെങ്കിൽ വീലിന്റെ കാര്യങ്ങൾ നീറ്റായിട്ട് ലേബൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന്റെ പാർട്ടുകളൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ വേണം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അഷ്ന ക്ലിയർ ആണോ പറയുന്നത്? ഷീസ് മനസ്സിലാകുന്നുണ്ടോ? ഷീസ് കുറച്ച് നീറ്റായിട്ട് സമയം എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, നിങ്ങൾ റഷ് ചെയ്ത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നോക്കരുത്. യു ഹാവ് ടു തിങ്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം ആലോചിച്ചിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാക്കിയ ശേഷം മാത്രം ട്രൈ ടു റൈറ്റ് ഇൻ യുവർ ആൻസർ ഷീറ്റ്. ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. കിട്ടിയ പാട് നമ്മൾ ബാക്കി പേപ്പർ ചെയ്യുന്ന പോലെ അല്ല ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളെ ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. സോ ഗിവ് മോർ വെയിറ്റേജ് ടു ദാറ്റ്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയായിരിക്കും എന്തൊക്കെ ഐഡിയാസ്, നിങ്ങൾ കൂടുതൽ ഐഡിയാസ് ഉണ്ടാക്കുന്നതിന് നിങ്ങളെ മാർക്ക് കുറച്ചും കൂടി കൂടുകയുള്ളൂ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ തന്നെ. ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞ ഐഡിയാസ് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് ഓൾ ദീസ് ഐഡിയാസ്. അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഐഡിയാസ് ആണെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സാമ്പിൾ ക്വസ്റ്റ്യനിൽ സിലബസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണേ. ഇതിൽ കണ്ടു, ഇപ്പം ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്കലി റൈറ്റിംഗ് അതുപോലെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങളോട് ചോദിച്ചൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കുക കേട്ടോ കുറച്ചും. വേറെ മൊഡ്യൂൾ വൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയെങ്കിൽ ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ഡിസൈൻ ഓഫ് എ തെർമോഫ്ലാസ്ക്. So this is the question. Graphically communicate the design of a thermoflask used to keep hot coffee. Draw the detailed 2D drawings of the same with the design detailing, material selection, scale drawing, dimensions, tolerance. Okay, use only hand sketches. നിങ്ങൾ സ്കെയിലും കാര്യങ്ങളൊന്നും വെച്ച് ചെയ്യേണ്ട. പക്ഷെ ഇത്രയും ഡീറ്റെയിൽസ്
യു ഹാവ് ടു ആഡ്. എന്തൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ അകത്ത്? ഹോട്ട് കോഫി കീപ്പ് ചെയ്യുന്ന ഒരു തെർമോ ഫ്ലാസ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡയമെൻഷൻസ് അതൊക്കെ നിങ്ങൾക്ക് വിട്ടു വന്നിട്ടാവില്ല. ഏത് ഡയമെൻഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെറ്റീരിയൽ ഏതായിരിക്കണം ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ സ്കെയിൽ ഡ്രോയിങ്സ് ഓരോ പാർട്ടുകൾ ഞാൻ പറഞ്ഞിട്ടായി. ഇപ്പം നിങ്ങൾ വരക്കുവാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് യൂസ് ഒക്കെ കാണിക്കാൻ ശ്രമിക്കപ്പെടും. മുകളിൽ നിന്ന് കാണുന്നത്. പിന്നെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ അതിന്റെ സെക്ഷൻ. ഓക്കെ, പിന്നെ എന്താണ് പറയാ, പിന്നെ എങ്ങനെയായിരിക്കണം അതിന്റെ മെറ്റീരിയൽ എന്തൊക്കെ യൂസ് ചെയ്യേണ്ടത്. അല്ല, ഇപ്പൊ മുകളിൽ നിങ്ങൾക്ക് എന്താ ഇതുണ്ടാവും, ക്ലോസ് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. ആ ക്ലോസ് ചെയ്യാനുള്ള പോർഷന്റെ ഡയമെൻഷൻ കാണിക്കാം, ടോട്ടൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കാണിക്കാം. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇത് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സംഭവം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഫ്ലാസ്ക് ചോദിക്കാം, മേശ ചോദിക്കാം, കസേല ചോദിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഷെൽഫ് ചോദിക്കാം, കവേഴ്സ് ചോദിക്കാം, ബുക്ക് കവർ ചോദിക്കാം. എപ്പോഴും ഇതുപോലത്തുള്ള കോമൺ ആയിട്ടുള്ള സംഭവങ്ങളെ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇങ്ങനെയുള്ള വളരെ എന്താ പറയാ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നിങ്ങളോട് എപ്പോഴും ചോദിക്കുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അഞ്ജന ക്ലിയർ അല്ലേ പറയുന്നത്? ഞാൻ അസൈൻമെന്റ്സ് ഒക്കെ തരാം, അത് കൃത്യമായിട്ട് നോക്കി ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഓരോ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വരാം. ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരാം. ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോർട്ടബിൾ ലാഡർ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ അതിന്റെ ഡ്രോയിങ്സ് ചോദിക്കാം. അല്ല, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഹൗ ക്യാൻ യു കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയ ഓഫ് ഡിസൈനിങ് എ പോർട്ടബിൾ ലാഡർ യൂസിങ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോൾ അതിൽ സ്കെച്ച് ചെയ്യാൻ പറയാം നിങ്ങളോട്. അതായത് അതിന്റെ ടോളറൻസ്, ഡയമെൻഷൻസ്, മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കാം എങ്ങനെയായിരിക്കും അത് ചെയ്യാം, എങ്ങനെയാണ് വരക്കേണ്ടത്, അതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും, സൈഡ് വ്യൂ, അതൊക്കെ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. വിത്ത് നിങ്ങളുടെ സ്കെയിലും പെൻസിലൊന്നും യൂസ് സ്കെയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ച് ശീലിക്കും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സെക്ഷനിൽ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഡെഫിനറ്റ്ലി ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു സെക്ഷനാണ്. അതായത് നിങ്ങളുടെ ഐഡിയ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഫ്ലാസ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലാഡോ, അതിന്റെ നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിന്റെ സ്ലൈഡ്സ് ഇടുവാണെങ്കിൽ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ അന്നേരം ശ്രദ്ധിക്കാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ, അത് നോക്കുക. അതിലെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞ സംഭവങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാം. നോ യുവർ പേർപ്പസ്, നോ യുവർ ഓഡിയൻസ്. അപ്പം ഇതിലിപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരു പോർട്ടബിൾ ലാഡർ, യു ആർ ഡിസൈനിങ് എ പോർട്ടബിൾ ലാഡർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയ ത്രൂ communicate orally to your audience. Okay, communicate orally using presentation എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റേഷൻ നിങ്ങൾ എങ്ങനെയാണെന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ആദ്യം ജനറലി നിങ്ങളുടെ ഐഡിയ ഫസ്റ്റ് എഴുതുക. നിങ്ങളുടെ ഐഡിയ എന്തായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യുക. പോർട്ടബിൾ ലാഡർ ആണ്, അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് എഴുതി വെക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന നിങ്ങളെ പോർട്ടബിൾ ലാഡർ അല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും കണക്ഷനുള്ള. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കെച്ചൊക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഇത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോ യുവർ പേർപ്പസ്. പോർട്ടബിൾ ലാഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്, അതായത് ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കുറച്ചും കൂടി എളുപ്പമാക്കാണ്, സിംപ്ലിഫൈ യുവർ ഹൗസ് ഹോൾഡ് ടാസ്ക് അല്ലെ. അപ്പോൾ സാധാരണ ഒരു വലിയ വെയിറ്റ് ഉള്ള ഒരു ലാഡർ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഹെവി ലാഡർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാഡർ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക അല്ലെ, നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതിന്റെ ആവശ്യങ്ങളാണ്. അത് പോർട്ടബിൾ ആയിരിക്കണം അല്ലെ, ഹാൻഡി ആയിരിക്കണം, നമുക്ക് എളുപ്പത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. പിന്നെ സാധാരണ വീട്ടിലുള്ളവർക്ക്, അതായത് സാധാരണക്കാർക്ക്
പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരിക്കണം. അതായത് സ്പേസ് ഒക്കെ അധികം സ്പേസ് ഒക്കെ ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് കൊണ്ടുവരാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ്. അപ്പൊ ഇത് നിങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നോ യുവർ ഓഡിയൻസ്, ഇപ്പൊ ടെക്നിക്കലി വളരെ നോളജ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറെ കൂടി ഡീറ്റെയിൽസ് നിങ്ങൾ അറിയേണ്ടി വരും. അതിന്റെ ടെക്നിക്കൽ കണ്ടന്റ് നിങ്ങൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ. അതേസമയം ഒരു കോമൺ പീപ്പിൾ ആണെങ്കിൽ, അത് യൂസ് ചെയ്യുന്ന രണ്ട് യൂസേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ കണ്ടന്റും എന്ത് ചെയ്യാം, നിങ്ങൾ അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യണം. ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആരാണ് ഓഡിയൻസ് എന്ന് പറയാം. ഇപ്പൊ ടെക്നിക്കലി സൗണ്ട് ആയിട്ട് ചില പീപ്പിളിന്റെ മുമ്പിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആ ഡീറ്റെയിൽ നിങ്ങൾ ഓരോ സ്ലൈഡായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും എഴുതുക എന്നുള്ളത് വെക്കും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, നിങ്ങൾ എഴുതേണ്ട ഓരോ സ്ലൈഡ്സും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുത്തു പോർട്ടബിൾ ലേണർ, ഒന്നാമത്തെ പേജിൽ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ലൈഡ് പോലെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം ഓരോ സംഭവങ്ങളും. ഇപ്പൊ ഡിസൈൻ, നിങ്ങളുടെ ഡിസൈൻ ടീം ബൈ ഡിസൈൻ ടീം ആരാണെന്ന് വെച്ചാൽ അത് എഴുതാം. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ്, ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്, ആൻഡ് വാട്ട് ഈസ് എ സൊല്യൂഷൻ, ആൻഡ് നിങ്ങൾ എന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്യാം. അടുത്ത എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്തത് എന്താ, നിങ്ങൾക്ക് പതുക്കെ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോവാം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എക്സിസ്റ്റിംഗ്, ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് മെത്തേഡിനെ പറ്റി പറയാം. അത് സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു പ്രൊജക്ട് പ്രസന്റേഷൻ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ അതിനെ ഒന്ന് കൊണ്ടുവരും. പിന്നെ അതിൻ്റെ ഒരു ലേ ഔട്ട് കാണിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെക്കാനിസംസ് കാണിക്കാം. ഓക്കെ. എന്തുകൊണ്ടാണ് അത് പോർട്ടബിൾ ആവുന്നത്, എന്തുകൊണ്ടാണ് ലൈറ്റ് വെയിറ്റ് ആവുന്ന മെറ്റീരിയലിനെ പറ്റി നിങ്ങൾക്ക് പറയാം. എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതായത് ഹൗ ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ ലൊക്കേഷൻ വെൻ ദാറ്റ് ഈസ് നോട്ട് ഇൻ യൂസ് ചെയ്യാത്ത സമയത്ത് എങ്ങനെയാണ് സ്പേസ് ഒക്കെ എന്തൊക്കെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഇതിൽ പരസ്യം കാണുന്നില്ലേ, നാപ്റ്റോളിലൊക്കെ പരസ്യം കാണുന്നില്ല, അത് തന്നെ പരിപാടി. ഓക്കെ. അതിൽ അവർ പറയുന്ന പോലത്തെ സ്പെസിഫിക്കേഷൻസും ടെക്നിക്കൽ കണ്ടൻസും കൂടി നിങ്ങൾ കുറെ കൂടി ആഡ് ചെയ്തിട്ട് വേണം അത് പ്രസന്റേഷൻ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അറ്റ് എൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം, വെറുതെ കാണിക്കാം. ഇതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് ചോദിക്കണമെന്നില്ല, കുറച്ചും കൂടി ടെക്നിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ. അതിൻ്റെ അകത്തുള്ള മെക്കാനിസംസും അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ റെഫറൻസ്, കൺക്ലൂഷൻ അതൊക്കെ ആഡ് ചെയ്യുക. കൺക്ലൂഷൻ ചെയ്യുക, പിന്നെ മുമ്പ് റെഫർ ചെയ്ത ഡീറ്റെയിൽസ്, ഇത് എന്താ പറയാ, പേപ്പേഴ്സ്, അതുപോലെ തന്നെ സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ആ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ അല്ലേ? ആദിൽ മനസ്സിലാകുന്നില്ലേ? വൈഷ്ണവ്, ഞാനാണ് നിങ്ങളെ കൊണ്ട് പറയുക, നിങ്ങളെ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം, നിങ്ങളെ ഐഡിയാസ് ഒക്കെ പർച്ചേസ് ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിക്കും. വെറുതെ ഇങ്ങനെ കേട്ടിട്ട് പോയാൽ പറ്റില്ല. ഓക്കെ. അപ്പം അതാണ് ആ തേർഡ് മൊഡ്യൂളിന് ചോദിക്കാൻ പോസിബിലിറ്റിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. അതായത് ഓറലി നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്ത് യുവർ ഐഡിയ. ഒരു പ്രൊഡക്റ്റ് തന്നു, നിങ്ങളത് ഡിസൈൻ ചെയ്തു, ആൻഡ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, ആൻഡ് ഹൗ ക്യാൻ ബി പ്രിപ്പയർ യുവർ പ്രസന്റേഷൻ. ഓക്കെ. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർമ്മ വേണം. അപ്പോൾ ഇത് കണ്ടിട്ടില്ല, തിങ്ക് വിഷ്വലി റൈറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയൻസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് റീകോൾ ചെയ്തിട്ട് അത് ആലോചിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ആണ് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അതിൻ്റെ അകത്തും ഡെഫിനറ്റ്ലി ദർ വുഡ് ബി എ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ construct a number of possible designs. Third model. Okay. Describe the role of mathematical modeling in design engineering. അപ്പോൾ അതിനകത്തൊരു തിയറി ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചു. അപ്പോൾ മാത്തമാറ്റിക്കൽ, വാട്ട് ഈസ് ദ നീഡ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്? ഓക്കെ. ഷോ ഹൗ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പ്ലേ എ റോൾ ഇൻ ഡിസൈനിങ് എ ലിഫ്റ്റിംഗ് മെക്കാനിസം ടു റൈസ് 100 kg ഓഫ് വെയിറ്റ് ടു എ ഫ്ലോർ അറ്റ് എ ഹൈറ്റ് ഓഫ് 10 meters ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ്.
എങ്ങനെ ഇത് ചെയ്യാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? The question is model mathematically, അല്ല, using mathematics idea or physical idea for designing a lifting mechanism to raise 100 kg of weight to a floor at a height of 10 meters in a construction site. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസമാണ് നിങ്ങൾ മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യും? ഇതൊന്നും ഐഡിയ ഉണ്ടോ റോഷ്നി? എന്നാൽ അതിൻ്റെ ഒരു 100 കിലോഗ്രാം വെയിറ്റ് നിങ്ങൾ 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് നിങ്ങൾ പൊക്കണം. അതിനുള്ളൊരു മെക്കാനിസം നിങ്ങൾ ഉണ്ടാക്കണം. അതിനെ മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ആരെങ്കിലും ഒന്ന് നിങ്ങളെ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താ ചെയ്യാം? സാധാരണ എങ്ങനെയായിരിക്കും നമ്മളൊരു വെയിറ്റുള്ള സാധനം പൊക്കുന്നത്? എങ്ങനെയായിരിക്കും? ചെറിയ വെയിറ്റില്ല, 100 kg അല്ലേ പറഞ്ഞിട്ടുള്ള അല്ലേ? 100 kg ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യാം? റൗട്ടില് ആർക്കും ഐഡിയ ഉണ്ടോ? ഷാരോൺ ഐഡിയ ഉണ്ടോ? ഷീസ് ഇതൊന്നും തോന്നുന്നുണ്ടോ ഷീസ്? അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അതിനൊരു മെക്കാനിസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ എങ്ങനെ ചെയ്യാം? ആരെങ്കിലും പറ. അനുശ്രീ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങളാരും? വൈഷ്ണവ് കേൾക്കുന്നില്ല? അനുശ്രീ കേൾക്കുന്നില്ല പറയുന്നത്? അപ്പൊ അനുശ്രീ എന്ന് പറഞ്ഞ മൈക്കോൺ ചെയ്ത അനുശ്രീ. എങ്ങനെയായിരിക്കും നമ്മൾ അത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വിടുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം? എന്ത് മെക്കാനിസം യൂസ് ചെയ്യാം? അതിന്റെ ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ഒക്കെ. ഡയമെൻഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പം എന്തെങ്കിലും ഒരു ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള ചെറിയ ഒബ്ജക്റ്റ് ആവാം, നല്ല വെയിറ്റുള്ളതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും വല്ല സ്റ്റോണോ എന്ത് വേണമെങ്കിലും ആവാം. ഒരു 100 കിലോഗ്രാം അതിന്റെ വെയിറ്റ് മാത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഉണ്ട്. എത്ര മീറ്ററിലേക്ക് പൊക്കണത്? പറഞ്ഞിട്ടില്ല. 100 അല്ല, 100 കിലോഗ്രാം വെയിറ്റ് ആണ്. ആൻഡ് വി ഹാവ് ടു ലിഫ്റ്റ് അറ്റ് ദ ഹൈറ്റ് ഓഫ് 10 മീറ്റേഴ്സ് അല്ലേ? ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആണ് ഉള്ളത്. പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എങ്ങനെയായിരിക്കും അത് ചെയ്യാം? അവിടെ ബോയ്സിനൊന്നും ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് വിഷ്ണു? എങ്ങനെയായിരിക്കും വിഷ്ണുയുടെ ഐഡിയ? സാധാരണ എങ്ങനെയായിരിക്കും നമ്മളൊരു സാധനം എടുത്ത് പൊക്കുന്നത്? എങ്ങനെയായിരിക്കും? 100 കിലോഗ്രാമിന്റെ സാധനം ആവുമ്പോ പറഞ്ഞോ. മറ്റേ പൊന്തിക്കാൻ വരുന്ന വണ്ടിയല്ല അതിനെ കൊണ്ടെല്ലാം ഓഫ് കോഴ്സ് അത് ഐഡിയ ആണ്. ഒരു ക്രെയിൻ പോലത്തെ ഒരു വെഹിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം അല്ല? ശരിയല്ലേ പറഞ്ഞ? ഓക്കെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ പുള്ളി പോലത്തെ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പൊക്കാം. സാധാരണ യൂഷ്വലി നമ്മൾ അത് യൂസ് ചെയ്യുക ചെറിയ ക്രെയിൻ പോലത്തെ വെഹിക്കിൾ ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കും അത് ഓപ്പറേഷൻ ചെയ്യേണ്ടത്? എന്ത് വേണമെന്ന് ചോദിക്കട്ടോ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ. അപ്പം ഇവിടെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ലിഫ്റ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഇപ്പോൾ 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ അതിനെ നമ്മൾ പൊക്കണം. അപ്പൊ അതിനെ പൊക്കാൻ നമുക്കൊരു ക്രെയിൻ യൂസ് ചെയ്യാം. അപ്പൊ ക്രെയിൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതിനെ മാത്തമാറ്റിക്കലി നമ്മൾ മോഡൽ ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ
കണ്ടുപിടിച്ചു എന്താണ് ഒരു യൂസിങ് എ ക്രെയിൻ, ഒരു ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ആയിരിക്കും. അതിന് നമുക്ക് പൊക്കേണ്ട എത്ര ഹൈറ്റിലാണ്? 10 മീറ്റർ ഹൈറ്റാണ്. ഇവിടെ 100 kg വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇല്ലിസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ പൊക്കാം. നിങ്ങളൊരു വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ പൊക്കാം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള മാത്തമാറ്റിക്സ് എന്തായിരിക്കും? ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലുള്ള ഫിസിക്സ് എന്തായിരിക്കാം? എന്താണ് നമുക്കതിൽ എന്താ വേണ്ടത്? ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? എന്ത് വേണം? എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രെയിൻ തന്നെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ തന്നെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് തന്നെ പോയിട്ട് അത് എടുത്തൂടെ? 10 മീറ്റർ ഹൈറ്റ് എടുക്കാൻ പറ്റുമോ? പറ്റുമോ വൈഷ്ണവ്? 10 മീറ്റർ ഹൈറ്റിൽ നമ്മൾ എടുക്കണം. അപ്പം ഒരു സാധാരണ ഒരു മാൻ പവർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ശരിയല്ല പറഞ്ഞത്? അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് 10 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾ പൊക്കുന്ന സമയത്ത് അതിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് 10 മീറ്റർ ഹൈറ്റിലേക്ക് 100 kg ഉള്ളൊരു സാധനം നമ്മൾ റേസ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഫോഴ്സ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സംഭവം, അതിനെ നിങ്ങൾ 10 മീറ്റർ ഹൈറ്റിലേക്ക് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? പറ കുട്ടികളെ, ആരെങ്കിലും അനുഷ്ഠ എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? മാസ് ഇൻടു ആക്സലറേഷൻ ആണ് നിങ്ങൾ ഫോഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ഈ ഫോഴ്സ് കണ്ടുപിടിക്കാം. എഫ് എം എ മാസ് എത്രയാണ് ഇവിടെ? 100 അല്ലേ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്താണ്? പറ. ആക്സലറേഷൻ ഇവിടെ എന്താ വരുക? ലിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എന്താ ആക്സലറേഷൻ എടുക്കുക നമ്മൾ? അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലേ? 9.8 അല്ലേ? ജി ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 9.8 വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാതെ. ഓക്കെ, ശരിയല്ലേ പറഞ്ഞ? 9.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ ഫോഴ്സ് കിട്ടും. അപ്പം ഇത്രയും ഫോഴ്സ് ഉള്ള ഒരു മെക്കാനിസം ആണ് നമ്മൾ, അതായത് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മുകളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് ഡൺ ഒക്കെ കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു എസ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പം 10 മീറ്റർ വന്നിട്ടുണ്ട്. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ഡൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ എനർജി കണ്ടുപിടിക്കാം അല്ല? അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസുകൾ, ഇതിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും എനർജി, വർക്ക് ഡണ് അല്ലേ, അതുപോലെ തന്നെ ഫോഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സിലെ എക്സാമ്പിൾസ്, ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയ ഡിസൈൻ ചെയ്ത കാര്യം എന്താണ്? ഇത്രയും ഇത്രയും ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇത്ര ഫോഴ്സ് ആവശ്യമുള്ള, ഇത്ര എനർജി ആവശ്യമുള്ള, ഇത്ര വർക്ക് ഡൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് അതിന് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വിഷ്ണു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ടാസ്ക് ചെയ്തു അതിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും.
ആ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിനകത്ത് വേണ്ട എന്താണ് അതിന്റെ ബാക്കിലുള്ള മാത്തമാറ്റിക്സ് പ്രോസസ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് ഫോം ചെയ്യാം. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ അതിന്റെ കൃത്യമായിട്ടുള്ള വാല്യൂ ആണ്. എത്രയായിരിക്കണം ഇതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇതിന്റെ വെയിറ്റ് ഇത്രയാണ്. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, വർക്ക് ഡൺ ചെയ്യേണ്ട ഇത്രയായിരിക്കും, അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സംഭവം കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എനർജി എങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം? എനർജിയും വർക്ക് ഡണും തമ്മിലുള്ള റിലേഷൻ എന്താണ് റോഷ്നി? എനർജി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം ശരിക്കും. ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്ത് എന്താ പറയാ കൺസ്യൂം ചെയ്ത എനർജി അല്ലേ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയാം. അപ്പൊ ആ ടൈം ഇവിടെ തന്നിട്ടുള്ള ടൈം അതുപോലെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, എനർജിയും കണ്ടുപിടിക്കാം, വർക്ക് ഡൺ കണ്ടുപിടിച്ചോ അതിൽ നിന്ന് എനർജിയും കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ലിഫ്റ്റിംഗ് മെക്കാനിസത്തിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇത്രയായിരിക്കണം, എന്താ പറയുക നിങ്ങൾ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഫോഴ്സ് ഇത്രയായിരിക്കണം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത് ഇതുപോലെ തന്നെ വരണമെന്നില്ല, ചിലപ്പം എന്തെങ്കിലും ഡയമെൻഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം, മാത്തമാറ്റിക്കൽ ഡയമെൻഷൻസ് വേണ്ട കാര്യത്തിലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തേർഡ് മോഡ്യൂളിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് മാറ്റിയാണ്.